ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ ഈ ഒരു സമയം നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അത് ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. അവർക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ്? സെലിബ്രേഷൻ, പ്രൊജക്ഷൻ, അവയർനെസ്, going with the flow, ഗിൽറ്റ്, ടോട്ടാലിറ്റി. ഒരു കാർഡ് കൂടി എടുക്കാം. അഡ്വെഞ്ചർ. ബോട്ടം വന്നിട്ടുള്ളത് കമ്പാരിസൺ ആണ്. അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് സെലിബ്രേഷൻ ആണ്. നിങ്ങൾ വളരെ വളരെ സന്തോഷമുള്ള, അതായത് ഫൺ എനർജിയുള്ള ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ്. നിങ്ങളുടെ ഒരു എനർജി കൊണ്ട് നിങ്ങൾ വളരെ തമാശയൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു എനർജി കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് ആണ് മറ്റുള്ളവരെ നിങ്ങളെ കാണാം. നിങ്ങളുടെ പേഴ്സണാലിറ്റിയോ നിങ്ങളുടെ സംസാരമോ നിങ്ങളുടെ നടപ്പോ ഒക്കെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കുറേ ആൾക്കാരിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറെ മാറിപ്പോകും. അവിടുത്തെ ഒരു എനർജിയെ അങ്ങനെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ് ഈ സെലിബ്രേഷൻ പറയുന്നത്. പിന്നെ പ്രൊജക്ഷനാണ്. ഇതിൽ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു കാർഡാണ് കേട്ടോ. ഇതിൽ മറ്റുള്ളവരുടെ പേടി, ഇൻസെക്യൂരിറ്റി ഇതൊക്കെ നിങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമെന്നും മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എനർജി പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും, അങ്ങനെ പറയാം. ഇതിൽ നല്ലത് മോശം ഉണ്ട് കേട്ടോ. അത് നല്ല കാര്യത്തിനും അങ്ങനെ ഉണ്ട്, മോശം കാര്യത്തിനും അങ്ങനെ ഉണ്ട്. ഇപ്പം മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും. മാത്രമല്ല അവരുടെ ഒരു പേടി, അങ്ങനത്തെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ അതായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ്. അത് നിങ്ങളെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും. നിങ്ങൾ ശരിക്കും മൂഡ് ഓഫ് ആയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയാൽ അവരെക്കാളും മൂഡ് ഓഫ് ആയി പോകും നിങ്ങൾ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ പലപ്പോഴും പല ആൾക്കാരും അത് അവരുടെ കണ്ണിലൂടെ കാണുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കാനാണ് സാധ്യത കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളുടെ റിയൽ സെൽഫ് ആയിരിക്കില്ല. ഇതിൽ അവയർനെസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരു ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആളാണ് എന്നാണ് മറ്റുള്ളവർ കാണുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ത് കാര്യവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോണ്ട എന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പറയും. നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ എല്ലാ കാര്യവും മനസ്സിലാക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയും. ചിലപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാർ നിങ്ങളോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അഡ്വൈസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. അങ്ങനെ പലരും ചോദിക്കാറുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ പോലും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാതിരിക്കുന്നതായിരിക്കാം. ശ്രദ്ധിക്കാതിരിക്കുന്നു എന്നാണ്, അങ്ങനത്തെ ഭാവത്തിൽ ഇരുന്നാലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു റൂമിലിരുന്നിട്ട് നിങ്ങൾ ഫോൺ ചെയ്യായിരിക്കും, പക്ഷെ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നതും പറയുന്ന എല്ലാ പ്രവർത്തികളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതിൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. അപ്പോൾ പുറമേ നിങ്ങൾ വളരെ ശരിക്കും കാമായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം.
മാത്രമല്ല നിങ്ങളൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് കൊടുക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. നിങ്ങൾ പക്ഷെ ആരോടും ഒരുപാട് അറ്റാച്ച്ഡ് അല്ല എന്നുള്ളതും കൂടിയാണ് കേട്ടോ മറ്റുള്ളവർ വിചാരിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. മാത്രമല്ല ഒരു എന്താണ് മനസ്സിലൊന്ന് പുറത്തൊന്ന് അങ്ങനെ വെക്കുന്ന ഒരാളല്ല. ഓവറായിട്ട് ഒരു കാര്യവും അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് ഒരു പരിധിയുണ്ട്. പിന്നെ മറ്റുള്ളവരെ പോലെ ഓവറായിട്ട് അങ്ങ് ബഹളം വെച്ച് മാത്രമല്ല ഒരു കാര്യം കേൾക്കുമ്പോൾ ഒത്തിരി എക്സ്പ്രസീവ് ആകുന്ന ഒരാളല്ല എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ഗിൽറ്റാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്ന ആൾക്കാർ, നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞിരുന്ന ആൾക്കാർ, നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂം ചെയ്യാതിരുന്ന ആൾക്കാർ, അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ വേണ്ടെന്ന് വെച്ചല്ലോ. ചിലപ്പം റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് വേണ്ടായിരുന്നു, അത് ചെയ്തത് തെറ്റായിപ്പോയി, അത് അവർ മിസ് ചെയ്തു, ആ ഒരു ചാൻസ് മിസ് ചെയ്തു, നിങ്ങളോടൊപ്പമുള്ള ആ ചാൻസ് അവർ മിസ് ചെയ്തു എന്നവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. കുറേ ആൾക്കാർക്ക് നിങ്ങളെ ഉപദ്രവിച്ചവർക്കോ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർക്കോ ഒക്കെ നിങ്ങളെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഈ ഒരു സമയം. കാരണം നിങ്ങൾ എന്താണ് എന്ന് ഇപ്പം മറ്റുള്ളവർക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ട് തന്നെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങളെ കാണുമ്പോൾ ഉണ്ട് എന്നാണ് അത് കാണുന്നത്. ഇതിൽ ടോട്ടാലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് ഫുള്ള് ആ ഒരു എനർജി എടുത്ത് ചെയ്യും. മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഒരു 100% നല്ലതായിരിക്കണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം. അത് എന്ത് ചെയ്താലും, അത് ഇന്ന ഒരു കാര്യമൊന്നുമല്ല, എല്ലാ കാര്യവും നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് ചെയ്യണമെന്നാണ്. പകുതി ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്താൽ പോലും ഇത് അവർക്ക് വേണ്ടിയിട്ടല്ലേ, ഇത് ഇത്രയും മതി എന്നല്ല. നിങ്ങളുടെ ഫുൾ എനർജി എടുത്ത് നിങ്ങളത് ചെയ്യും. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ലതായിരിക്കണം. അത് നിങ്ങൾക്ക് ചെയ്താലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ നിങ്ങളതിന് എഫേർട്ട് എടുക്കും എന്നാണ് കാണുന്നത്. ഈ അഡ്വഞ്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് മറ്റുള്ളവർക്കറിയാം, ആൾക്കാർക്കറിയാം. നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിന്നു കൊടുക്കാത്ത ആൾക്കാരാണ്. നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് സോളാണ്. അത് നിങ്ങൾക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ചെയ്തുള്ളൂ. അതിൽ വേറെ ആർക്കും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കേൾക്കുമായിരിക്കാം മറ്റുള്ളവർ പറയുന്നത്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് വഴിവെട്ടി പോകുന്ന ഒരാൾ. കാരണം ഇതിൽ ആരുടെയും ഗൈഡൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് കേട്ടോ. മറ്റുള്ളവർ പറയണതൊന്നും നിങ്ങളൊരു ഹാഫ് മാത്രമേ കേൾക്കുക പോലും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട വഴി എന്താണ്, ഇത് കണ്ടില്ലേ, ഒറ്റയ്ക്കാണ് പോണത്. അപ്പം നിങ്ങൾക്ക് പോകേണ്ട വഴി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഉണ്ട് ഇതിൽ. അപ്പം നിങ്ങളൊരു ശക്തിയിൽ വിശ്വസിച്ചങ്ങ് ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് പുറത്തുള്ള ഇൻഫ്ലുവൻസ് ഒന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. അപ്പം ചിലപ്പോഴൊക്കെ പറയുമായിരിക്കും ആര് പറഞ്ഞാലും കേൾക്കില്ല, സ്വന്തം ഇഷ്ടം മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുമായിരിക്കാം. ഇതിൽ കമ്പാരിസനാണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ആൾക്കാർ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നിങ്ങൾ ശരിക്കും എപ്പോഴും ഒരു മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വ്യത്യസ്തരായത്? അപ്പോൾ ചില ആൾക്കാർ നിങ്ങളത് അഡ്മയർ ചെയ്യുന്നുണ്ടായിരിക്കാം, നേരിട്ട് തന്നെ പറയുന്നുണ്ടായിരിക്കാം. ചിലർക്ക് അത് ശരിക്കും ഒരു അസൂയ അവിടെ കാണുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ നല്ലതായിട്ട്, കുറേ ആൾക്കാർ അത് അത്ര നല്ലതായിട്ടല്ല, ഒരു അസൂയയോടെയും കാണുന്നു എന്നാണ് കാണുന്നത്.
അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങളൊരു ഹീലറാണെന്നൊക്കെ കാണും കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്നാലോ സംസാരിച്ചാലോ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായാലോ ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ ഹീലായി പോകുമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും മറ്റുള്ളവരെ പോലല്ല, എന്തോ ഒരു മിസ്റ്ററി നിങ്ങളിലുണ്ട് എന്ന് മറ്റുള്ളവർ ചിന്തിക്കൂട്ടോ. ചിലപ്പോൾ അത് പറയുമായിരിക്കാം, ചിലപ്പോൾ ആൾക്കാർ പറയില്ലായിരിക്കാം. എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഗതി നിങ്ങളിലുണ്ട് എന്ന് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കും എന്നാണ് കാണുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളെപ്പറ്റി ഇപ്പോൾ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.